രാജ്യത്തിന്റെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 2027 വരെ അദ്ദേഹത്തിന് സേവന കാലാവധിയുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഒരുപക്ഷേ ഇനി ഒരു 2 വർഷക്കാലം അദ്ദേഹത്തിന് ചുമതലയിൽ തുടരാൻ കഴിയും. കഴിഞ്ഞ ദിവസമാണ് ഗവായ് സ്ഥാനമൊഴിയുകയും ചെയ്തത്. ഏതായാലും സൂര്യകാന്ത് ഇനി 2 വർഷക്കാലം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന പല വിധികൾ, നേരത്തെ തന്നെ വളരെ നിർണായകമായ ചില ഉത്തരവുകളിൽ അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ഈ ജുഡീഷ്യൽ സർവീസിലുള്ള അദ്ദേഹത്തിൻ്റെ പരിചയം, മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? രാജ്യത്തിൻ്റെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു. 2027 വരെയാണ് അദ്ദേഹത്തിൻ്റെ സേവന കാലാവധി ഉള്ളത്. ഹരിയാന സ്വദേശിയാണ്. ഹരിയാനയിലെ ഹൈക്കോടതി ജഡ്ജിയായി 2004 മുതൽ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയാണ്. അതോടൊപ്പം തന്നെ 2000-ൽ ഹരിയാനയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി സേവനമനുഷ്ഠിച്ചയാളാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു തലവൂർ, ഇനി അദ്ദേഹത്തിന് 2 വർഷ കാലാവധിയാണ് ചീഫ് ജസ്റ്റിസ്. ഒരുപക്ഷെ ഈ സമീപകാലത്തും ഏറ്റവും അധികം കാലം സേവന കാലാവധിയുള്ള ചീഫ് ജസ്റ്റിസ് അല്ലേ? സിജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. 2 വർഷമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ സൂര്യകാന്ത് മിശ്രയുടെ കാലാവധി എന്ന് പറയുന്നത്. ഹരിയാന സ്വദേശിയായിട്ടുള്ള സൂര്യകാന്ത് മിശ്ര നേതൃത്വത്തിൽ ചീഫ് ജസ്റ്റിസായിട്ടുള്ള BR ഗവായിയുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസായി ചുമതല ഏറ്റിരിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിരവധി സുപ്രധാനമായ കേസുകൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുമ്പാകെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സൂര്യകാന്ത് മിശ്ര സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം, എനിക്ക് തോന്നുന്നു വിഷ്ണു, ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന കേസുകളെ സംബന്ധിച്ചാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ നിരവധി കേസുകൾ, SIR-മായി ബന്ധപ്പെട്ട നിരവധി ഹർജികളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട്. വലിയ ചില ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. സിജു, തീർച്ചയായിട്ടും അതുതന്നെയാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര ഹരിയാന സ്വദേശിയാണ്. പ്രധാനപ്പെട്ട നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയസമ്പന്നനായിട്ടുള്ള സൂര്യകാന്ത് മിശ്ര 2 വർഷക്കാലമാണ് ചീഫ് ജസ്റ്റിസായി സൂര്യകാന്ത് മിശ്രയുടെ കാലാവധി ഉണ്ടാവുക. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട നിരവധി കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. പ്രത്യേകിച്ച് SIR-മായി ബന്ധപ്പെട്ട കേസുകളടക്കം നിരവധി കേസുകളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത്. നിലവിൽ 53ാമത്തെ ചീഫ് ജസ്റ്റിസായിട്ടാണ് സൂര്യകാന്ത് മിശ്ര ഇപ്പോൾ ചുമതല ഏറ്റിരിക്കുന്നത്. ഈ ഒരു ചുമതല ഏൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ചീഫ് ജസ്റ്റിസായിരുന്ന BR ഗവായ് 6 മാസ കാലാവധിയായിരുന്നു. BR ഗവായിക്ക് ചീഫ് ജസ്റ്റിസായി ഇത്തരത്തിൽ ഒരു അധികാരമുണ്ടായിരുന്നത്. ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചത് 6 മാസ കാലത്തോളമായിരുന്നു. അതോടൊപ്പമാണ് രാഷ്ട്രപതിയുടെ റെഫറൻസിൽ ഉൾപ്പെടെ ഉള്ള നിരവധി നിർണായകമായിട്ടുള്ള വിധികൾ അല്ലെങ്കിൽ നിരീക്ഷണം നടത്തിയ ശേഷമായിരുന്നു BR ഗവായ് ഈ ഒരു ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഒഴിഞ്ഞത്. വെള്ളിയാഴ്ചയാണ് BR ഗവായ് ഇത്തരത്തിൽ സുപ്രീം കോടതി BR ഗവായ്ക്ക് ഒരു യാത്രയെപ്പറ്റി നൽകിയത്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസായി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. രാജ്യത്തിന്റെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര സത്യവാചകം ചൊല്ലി ചുമതല ഏറ്റെടുത്തു.